ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക സഭ ജൂലൈ 1 വിശുദ്ധ ഒലിവർ പ്ലങ്കറ്റിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഒലിവർ പ്ലങ്കറ്റ് അയർലൻഡിലെ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ചു. ആർമാഗ് അതിരൂപതയുടെ മെത്രോപൊലിത്തയായിരുന്നു അദ്ദേഹം. സഭാമർദ്ദനങ്ങളെ ചെറുത്തുകൊണ്ട് സഭയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിർഭയം പോരാടി അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. 50-ാം സങ്കീർത്തനം ചൊല്ലി ആർച്ച് ബിഷപ്പ് മരണം വരിച്ചു. ലേഖനം വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. സഹോദരരെ, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങളറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ ക്രിസ്തുവിന് വേണ്ടിയാണ് ബന്ധനസ്ഥനായതെന്ന് പ്രത്തോറിയം മുഴുവനിലും ശേഷം എല്ലാവർക്കും സുവിധമാണ്. മിക്ക സഹോദരങ്ങൾക്കും എൻ്റെ ബന്ധനം നിമിത്തം കർത്താവിൽ ആത്മധൈര്യം ലഭിച്ചതുകൊണ്ട് ഭയം കൂടാതെ ദൈവവചനം പ്രസംഗിക്കാൻ അവർ കൂടുതൽ സന്നദ്ധരായിരിക്കുന്നു. ചിലർ അസൂയയും മത്സര്യവും നിമിത്തം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. മറ്റു ചിലർ സന്മനസ്സോടെ തന്നെ പ്രസംഗിക്കുന്നു. ഇവർ സ്നേഹത്തിൻ്റെ പേരിലാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം സുവിശേഷത്തിൻ്റെ സംരക്ഷണത്തിന് ഞാൻ നിയുക്തനാണെന്ന് അവർക്കറിയാം. ആദ്യത്തെ കൂട്ടർ കക്ഷി മാത്സര്യം മൂലം എൻ്റെ ബന്ധനത്തിൽ എനിക്ക് ദുഃഖം വർദ്ധിപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആത്മാർത്ഥത കൂടാതെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എന്നാൽ എന്ത്? ആത്മാർത്ഥതയോടെയാണെങ്കിലും കാപട്യത്തോടെയാണെങ്കിലും എല്ലാ വിധത്തിലും ക്രിസ്തുവാണല്ലോ പ്രസംഗിക്കപ്പെടുന്നത്. ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനി സന്തോഷിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. ഇന്നത്തെ ദൈവവചനം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. അവർ പോകുന്ന വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കലിരുന്നു. മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് ചെന്നു പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത, മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. വിചിന്തനം: എന്താണ് മറിയം തിരഞ്ഞെടുത്ത നല്ല ഭാഗം? അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കൽ തന്നെ ഇരുന്നു. ആത്മാവിൻ്റെ ഹിമാലയങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവയാണ് ഭാരതത്തിൻ്റെ ആത്മീയ പൈതൃകത്തിൻ്റെ നട്ടെല്ലായ ഉപനിഷത്തുകൾ. ഉപനിഷത്ത് എന്ന പദത്തിനർത്ഥം ഗുരുവിൻ്റെ പാദന്തിക ഭക്തിപൂർവം ഇരുന്ന് അഭ്യസിക്കുന്ന ജ്ഞാനം എന്നാണ്. ഈ ജ്ഞാനം സനാതന ജ്ഞാനമാണ്. അത് നേടുന്നത് വഴിയായി ബാക്കി എല്ലാ അറിവുകളും നേടിക്കഴിഞ്ഞു. നല്ല ഭാഗം തിരഞ്ഞെടുത്ത മറിയത്തെക്കുറിച്ചുള്ള ഈ വിവരണം സുവിശേഷത്തിലെ മറിയോപനിഷത്ത് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കർമ്മനിരതയുടെ അതിവ്യഗ്രതയിൽ പാഴാകുന്ന ആധുനിക ജീവിതങ്ങളെ ഈശോ എത്രയോ കൃത്യമായി നിർവചിച്ചിരിക്കുന്നു. നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. വേഗതയിലും ഉൽപാദനത്തിലും അഭിരമിക്കുന്ന ജീവിതശൈലിയുടെ നിരർത്ഥകതയെ തുറന്നുകാട്ടി ജ്ഞാനത്തിൽ അധിഷ്ഠിതമായ ജീവിത മൂല്യങ്ങളുടെ മുൻഗണനാക്രമങ്ങളെ നിശ്ചയിക്കാനുള്ള ആഹ്വാനമാണ് ഇന്നത്തെ ഈ വചനഭാഗം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി.